ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രോഡ് മാച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബ്രോഡ് മാച്ച് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ AI ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്ത മാച്ച് ടൈപ്പാണ്. അപ്പം നമ്മളെ എക്സാക്ട് മാച്ചിൽ നിന്നും ഫ്രേസ് മാച്ചിൽ നിന്നും വിഭിന്നമായിട്ടാണ് ബ്രോഡ് മാച്ച് വർക്ക് ചെയ്യുക. പലപ്പോഴും ഇത് കറക്റ്റായിട്ട് ബ്രോഡ് മാച്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യുന്ന പല അക്കൗണ്ടുകളിലും നമ്മൾ ഒരുപാട് ജങ്ക് ലീഡ്സ് കാണുന്നത്. അവരെ സെർച്ച് ടേം വളരെ ജനറിക് ആയിട്ടുള്ള ടേമുകൾ കൊണ്ട് ഫിൽഡ് ആയിരിക്കും അവരെ സെർച്ച് ടേം. അപ്പം അങ്ങനത്തെ അക്കൗണ്ടുകളിൽ നമ്മളെ അക്കൗണ്ടുകളിലെ സെർച്ച് ടേം റിപ്പോർട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ യൂട്ടിലൈസ് ചെയ്യുന്ന കീവേഡുകൾ പ്രോപ്പർ ആയിരുന്നില്ല. അവർ യൂട്ടിലൈസ് ചെയ്യുന്ന കീവേഡുകൾക്ക് പ്രോപ്പർ സെർച്ച് ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ ലാൻഡിംഗ് പേജിൽ അവർ യൂസ് ചെയ്യുന്ന വളരെ ജനറിക് ആയിട്ടുള്ള കീവേഡുകളാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ പരിഹരിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ബ്രോഡ് മാച്ച് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ബ്രോഡ് മാച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളെ CPC നിങ്ങൾക്ക് ഏറ്റവും കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും CPA കോസ്റ്റ് പെർ അക്വയറിങ് എ ലീഡ് ഏറ്റവും ലോ ആയിരിക്കും. അതാണ് ഈ ബ്രോഡ് മാച്ച് എന്ന് പറയുന്ന മാച്ച് ടൈപ്പിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ സാധാരണ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയാത്തത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് വരെ നമുക്ക് എത്താൻ സാധിക്കും. ഹൈ ഇൻറ്റൻ്റ് ഉള്ള ഓഡിയൻസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അവർ യൂസ് ചെയ്യുന്ന കീവേഡുകൾ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ വളരെ ലോ ബിഡിംഗ് ഉള്ള പല കീവേഡുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയും അതുവഴി നമ്മുടെ CPCയും CPAയും കോസ്റ്റ് പെർ അക്വയറിങ് അതർവൈസ് CPLും കോസ്റ്റ് പെർ ലീഡും വളരെയധികം കുറയ്ക്കാൻ സാധിക്കുകയും നമുക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ബ്രോഡ് മാച്ച് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്ക് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രോഡ് മാച്ചിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പരിശോധിക്കുകയാണ്. എന്താണ് ഗൂഗിൾ പറയുന്ന ബ്രോഡ് മാച്ച് ഡെഫിനിഷൻ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്രോഡ് മാച്ചിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുന്നതോടുകൂടി ഇത് ആക്ച്വലി നിങ്ങളിത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അപ്പോൾ ബ്രോഡ് മാച്ചിൽ പറയുന്നത് കറക്റ്റഡ് സെർച്ചസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് യുവർ കീവേഡ് എന്നാണ് പറയുന്നത്. സെർച്ചസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് യുവർ കീവേഡ്. നിങ്ങളെ കൊടുത്തിരിക്കുന്ന കീവേഡിൻ്റെ അതുമായിട്ട് ബന്ധം അതിൻ്റെ മീനിങ്ങുമായിട്ട് ബന്ധം ഉണ്ടായാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതുമായിട്ട് അതിൻ്റെ മീനിങ് എന്താ? ഒരു ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പാർട്ട്മെൻറ്റ് ഇൻ കൊച്ചി, അത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അതായത് സെയിം മീനിങ് ഉള്ളൊരു ഇതാണ് 1 BHK അപ്പാർട്ട്മെൻറ്റ് ഇൻ കൊച്ചി, സെയിം മീനിങ് ആണ്. അപ്പം അതിൻ്റെ മീനിങ്ങുമായിട്ട് ബന്ധമുണ്ടായാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഇനി ഇതെങ്ങനെയാണ് ഈ ബന്ധം നിർണ്ണയിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഒരു കീവേഡിൻ്റെ അതേ അർത്ഥത്തിനോട് കണക്ഷൻ അല്ലെങ്കിൽ ബന്ധമുള്ള കീവേഡ് എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചോദ്യം നമ്മൾ മനസ്സിലുണ്ടാവുക. അവിടെയാണ് ആക്ച്വലി ഇതിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കിടക്കേണ്ടത്. ഇതിലൊക്കെ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഗൂഗിൾ സപ്പോർട്ട് പോയി കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ മീനിങ് പറയുന്നുണ്ട്. ലോ കാർബ് ഡയറ്റ്സ്, ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ഈ മീനിങ് ഡിറ്റർമൈൻ ചെയ്യാൻ ഗൂഗിൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. ദ യൂസേഴ്സ് റീസെൻറ്റ് സെർച്ച് ആക്ടിവിറ്റീസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ദ കണ്ടൻറ് ഓഫ് ദ ലാൻഡിംഗ് പേജ്, അതർ കീവേഡ്സ് ഇൻ എൻ ആഡ് ഗ്രൂപ്പ്. അപ്പം യൂസേഴ്സ് റീസെൻറ്റ് സെർച്ച് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ കീവേഡിൻ്റെ ഇൻറ്റൻ്റ് ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ ആക്സസ് ചെയ്യുന്നത്. അപ്പം കീവേഡ് ഇൻറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം നമ്മൾ പറയുന്ന ഒരു കീവേഡ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി, ഈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറയുന്ന കീവേഡും ലക്ഷൂറിയസ് ഫ്ലാറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി ഇതെന്ന് പറയുന്ന കീവേഡിലും നമ്മൾ രണ്ടാമത് പറഞ്ഞ കീവേഡ് വളരെ ഇൻറ്റൻറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഈ കീവേഡ് ഈ ലക്ഷൂറിയസ് ഫ്ലാറ്റ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്ന് പറയുന്ന ഈ കീവേഡ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെർച്ചാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് ആ ഒരു കീവേഡ് യൂസ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ടായിരിക്കും ആ കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെയാണ്, അതാണ് ആ കീവേഡ് എന്നുള്ള സാധനം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ യൂസേഴ്സിൻ്റെ സെർച്ച് ആക്ടിവിറ്റീസ് ആണ്. അപ്പം ഈ കീവേഡ് ഞാനൊരു സെർച്ച് ഇൻറ്റൻ്റ് ഉള്ള കീവേഡ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. യൂസേഴ്സിൻ്റെ സെർച്ച് ആക്ടിവിറ്റീസ് നോക്കിയിട്ടാണ് ആക്ച്വലി ഈ സെർച്ച് ഇൻറ്റൻറ്റ് ഗൂഗിൾ നോക്കുക. അപ്പം ഗൂഗിൾ ഈ യൂസർ ഏതൊക്കെ ബ്ലോഗുകൾ വിസിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ബ്ലോഗുകളിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഏതൊക്കെ ബ്ലോഗുകൾ വായിക്കുന്നത്, ഏതൊക്കെ യൂട്യൂബ് വീഡിയോസ് കാണുന്നത്, ഏതൊക്കെ ടേമാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്, ഏതൊക്കെ പ്ലേസാണ് ജോയിൻ ചെയ്യുന്നത്, അങ്ങനെ നാനാവിധ ഡാറ്റ പോയിൻറ്റ്സിലൂടെ ഗൂഗിൾ ഒരാളുടെ സെർച്ച് ആക്ടിവിറ്റീസ് നമ്മുടെ ഗൂഗിൾ ക്യാമ്പയിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന AI എന്ന് പറയുന്ന കണ്ടൻറ്റ്. അപ്പോൾ ആ AI എന്ന് പറയുന്ന കണ്ടൻറ്റിനനുസരിച്ചിട്ടാണ് AI എന്ന് പറയുന്ന കണ്ടൻറ്റാണ് ബേസിക്കലി നമ്മുടെ
ഇത് തീരുമാനിക്കുന്നത് എന്ത് തീരുമാനിക്കുന്നത് നമ്മുടെ കീവേഡിൻ്റെ ഒരു റിലേഷൻ തീരുമാനിക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡ് യൂസർ ക്വറിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു ഘടകം എന്താ, യൂസറുടെ റീസെൻറ്റ് സെർച്ച് ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ എന്താ, ലാൻഡിങ് പേജ്. അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുക, നമ്മൾ കൊടുത്തിരിക്കുന്ന ലാൻഡിങ് പേജിലെ കണ്ടൻറ്റ്, ഓക്കെ, അതത് സ്കാൻ ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ഡൈനാമിക് സെർച്ച് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഈ ഡൈനാമിക് സെർച്ച് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എസ് എ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി നിങ്ങളുടെ ലാൻഡിങ് പേജ് സ്കാൻ ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ സർവീസ് എന്താണെന്ന് നമ്മുടെ ക്യാമ്പയിൻ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഓഡിയൻസിനെ കണ്ടെത്തുന്ന DSA ക്യാമ്പയിൻ ചെയ്യാം. അപ്പോൾ അതേ ഒരു എലമെൻ്റാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലാൻഡിങ് പേജ് സ്കാൻ ചെയ്യും. അതാണ് ബ്രോഡ് മാച്ച് ചെയ്യുന്ന രണ്ടാമത്തെ ക്രൈറ്റീരിയ. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ റൈറ്റ് ഓഡിയൻസിനെ കണ്ടെത്താൻ, അഥവാ നമ്മുടെ കീവേഡുമായിട്ട് റിലേറ്റഡ്, നമ്മുടെ കീവേഡ് മീനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് ടേം കണ്ടെത്താൻ രണ്ടാമത് ചെയ്യുന്നത് ലാൻഡിങ് പേജിൻ്റെ കണ്ടൻറ്റ് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, നമുക്ക് ഒരുപാട് ആഡ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സെർച്ച് ക്യാമ്പയിൻ ആണെങ്കിൽ നമ്മുടെ മെറ്റയിൽ പറയുന്ന പോലെ ആഡ് സെറ്റ്, ഒരു മെറ്റാ ക്യാമ്പയിനിൽ മെനി ആഡ് സെറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സെർച്ച് ക്യാമ്പയിനിൽ, അല്ലെങ്കിൽ ഒരു PMAX ക്യാമ്പയിൻ, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ക്യാമ്പയിനിൽ ആഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ആഡ് ഗ്രൂപ്പുകളിൽ ഒരു ആഡ് ഗ്രൂപ്പിലുള്ള കീവേഡും മറ്റുള്ള ആഡ് ഗ്രൂപ്പിലുള്ള കീവേഡും ഒക്കെ പരിശോധിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ രണ്ട് പോയിന്റ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ കണ്ടന്റ് ഓഫ് ദ ലാൻഡിങ് പേജും അതർ കീവേഡ്സ് ഇൻ ആഡ് ഗ്രൂപ്പും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഇതാണ് ഡെഫിനിഷൻ. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ സാധിക്കുക? സിമ്പിളായിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലാൻഡിങ് പേജിൽ നിങ്ങൾ ജനറിക് ആയിട്ടുള്ള കീവേഡുകൾ യൂസ് ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്നുള്ള കീവേഡ് ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറയുന്ന കീവേഡ് സെർച്ച് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ഹൈ പർച്ചേസ് ഇൻറ്റൻറ്റ് ഉള്ള ആളുകളല്ല. എന്നാൽ ലക്ഷൂറിയസ് ഫ്ലാറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്ന് പറയുമ്പോൾ എന്താ, ഹൈ പർച്ചേസ് ഇൻറ്റൻറ്റ് ഉള്ള കീവേഡാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളെ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാനാണ്. കാരണം അത്തരത്തിലുള്ള കീവേഡുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹൈ ഇൻറ്റൻറ്റ് ഉള്ള കീവേഡുകൾ നിങ്ങൾ യൂസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഹൈ ഇൻറ്റൻറ്റ് കീവേഡുകൾ കണ്ടെത്തുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കീവേഡ് റിസർച്ചിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കീവേഡ് റിസർച്ചിൻ്റെ വീഡിയോ ഞാൻ ഇതിലിടുന്നുണ്ട്. നിങ്ങളത് നോക്കുക, അത് വായിച്ചിട്ട് അതിൽ മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മൾ ഹൈ ഇൻറ്റൻറ്റ് പർച്ചേസ് കീവേഡുകൾ കണ്ടെത്തുക എന്നുള്ളത്. അത് കീവേഡ് പ്ലാനർ യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ടാണ്, നമുക്ക് ഫ്രീ ടൂളാണ് കീവേഡ് പ്ലാനർ. അത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കീവേഡുകൾ കണ്ടെത്താം. അപ്പോൾ അത്തരത്തിലുള്ള കീവേഡുകൾ നിങ്ങളുടെ ലാൻഡിങ് പേജിൽ യൂസ് ചെയ്യാം, നിങ്ങളെ ആഡ് ഗ്രൂപ്പുകളിൽ യൂസ് ചെയ്യാം. നിങ്ങൾ കീവേഡായിട്ട് അത് യൂസ് ചെയ്യണം. അതാണ് അതർ കീവേഡ്സ് ഇൻ ആഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ആഡ് ഗ്രൂപ്പിൽ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിയും മറ്റേ ആഡ് ഗ്രൂപ്പിൽ ലക്ഷറിയസ് ഫ്ലാറ്റ്സ് ഇൻ ഫോർ സെയിൽ ഇൻ കൊച്ചിയും കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാ ആഡ് ഗ്രൂപ്പിലും ഹൈ ഇൻറ്റൻറ്റ് കീവേഡ് കൊടുക്കണം. അതല്ലെങ്കിൽ എന്താണ്, ഒരു ആഡ് ഗ്രൂപ്പിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഹൈ ലക്ഷറിയസ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിയും മറ്റേ ആഡ് ഗ്രൂപ്പിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്, ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ ജനറിക് ഓഡിയൻസിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഹൈ ഇൻറ്റൻറ്റ് കീവേഡുകൾ മാത്രം നിങ്ങളെ ആഡ് ഗ്രൂപ്പിൽ ഇടുക. അതും ലോങ് ടെയിൽ കീവേഡ്സ് ആണെങ്കിൽ അത്രയും നല്ലത്. ഹൈ ഇൻറ്റൻറ്റ് ഉള്ള ലോങ് ടെയിൽ കീവേഡ്സ് യൂട്ടിലൈസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ലാൻഡിങ് പേജിൽ യൂട്ടിലൈസ് ചെയ്യുക, നമ്മളെ ആഡ് ഗ്രൂപ്പിൽ നമ്മളെ കീവേഡായിട്ടും ഈ രണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതുവഴി നമ്മുടെ മാച്ചിങ് പ്രോസസ്സ്, ഈ ഗൂഗിൾ ചെയ്യുന്ന മാച്ചിങ് പ്രോസസ്സ്, ഗൂഗിൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്വാഭാവികമായിട്ട് യൂസേഴ്സിൻ്റെ റീസെൻറ്റ് സെർച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നോക്കിയിട്ട് അവർ യൂസ് ചെയ്ത കീവേഡും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കീവേഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ നമുക്ക് ഹൈ ഇൻറ്റൻറ്റ് ഉള്ള ഒരാളാണോ എന്ന് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്, ഹൈ ലക്ഷൂറിയസ് ഫ്ലാറ്റ്സ് ഫോർ സെയിൽ ഇൻ കൊച്ചി. അത്തരത്തിലുള്ള കീവേഡാണ് നമ്മുടെ ലാൻഡിങ് പേജിലുള്ളത്. നമ്മുടെ ആഡ് ഗ്രൂപ്പിൽ എന്താ, ഇത്തരത്തിലുള്ള കീവേഡുകളാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് മാച്ച് ചെയ്യാം. അങ്ങനത്തെ ഓഡിയൻസിനെയാണ് നമ്മളിലേക്ക് അയക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിനോടുകൂടി നിങ്ങളുടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബ്രോഡ് മാച്ച് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബ്രോഡ് മാച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെഗറ്റീവ് കീവേഡ്സ് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും വളരെ കെയർഫുൾ ആയിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓവറായിട്ട് നമ്മൾ നെഗറ്റീവ് കീവേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതത്തിൻ്റെ ഫ്രീഡത്തിന് അത് ബ്ലോക്ക് ചെയ്യും. അൽഗോരിതത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ യൂസർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂസറെ നമ്മൾ പറഞ്ഞു, ഈ യൂസർ എന്താണ് സെർച്ച് ആക്ടിവിറ്റീസിനനുസരിച്ചിട്ടാണ് നമ്മൾ റിലേഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളെ കീവേഡുമായിട്ട് ഏതെങ്കിലും ഒരു ടൈപ്പിൽ ബന്ധം ഉണ്ടായാൽ മതി. അപ്പോൾ അതുമായി ബന്ധമുള്ള ഒരു നെഗറ്റീവ് കീവേഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്താനാണ് നമുക്ക് ചാൻസ് നഷ്ടപ്പെടുക.
അപ്പോൾ നെഗറ്റീവ് കീവേഡ് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ CRM ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, കസ്റ്റമർ റിലേഷൻഷിപ്പ് പോലുള്ള മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ, ഓരോ ലീഡ് വരുന്നതും നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ കീവേഡുമായിട്ട് നിങ്ങൾ UTM പാരാമീറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് UTM പാരാമീറ്റേഴ്സ് ഒക്കെ ക്യാമ്പയിനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്യാമ്പയിനിൽ നിന്ന് വരുന്ന കീവേഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർച്ച് ടേം, ഓരോ സെർച്ച് ടേമും ഏതൊക്കെ കീവേഡാണ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തത്, ഏതൊക്കെ ലീഡാണ് ജനറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം സെർച്ച് ടേം റിലേറ്റഡ് ടു ലീഡ്, ആ ലീഡിൻ്റെ ക്വാളിറ്റി CRMൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് ടീം ഓരോ ലീഡിലേക്കും വിളിക്കും. അപ്പോൾ ആ ലീഡിൻ്റെ ക്വാളിറ്റി അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. അത് പോയി വായിച്ച് നോക്കുക, കമൻറ്റൊക്കെ വായിച്ച് നോക്കുക. അപ്പം സ്ഥിരമായിട്ട് ഒരു പർട്ടിക്കുലർ കീവേഡിന് വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള ട്രാഫിക്കാണ് വരുന്നതെങ്കിൽ, ഇത് നിങ്ങൾ ഷുവർ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ കീവേഡുകൾ മാത്രം നിങ്ങൾ നെഗറ്റീവായിട്ട് ആഡ് ചെയ്തോളുക. ആ സെർച്ച് ടേം മാത്രം നെഗറ്റീവായിട്ട് ആഡ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഒരൊറ്റ അടിക്ക് നിങ്ങൾ നോക്കിയതിന് ശേഷം ഓക്കെ ഈ കീവേഡ് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് നിങ്ങൾ ബ്രോഡ് മാച്ച് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഗൂഗിൾ ഒരുപാട് സെർച്ച് ടേമൊക്കെ വെച്ചിട്ട് ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ അതിൽ പല സെർച്ച് ഇൻറ്റൻറ്റുള്ള ആളുകളിൽ നമ്മൾ ആഡ് കാണിക്കും. അവർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും, അവർ ഫോം ഫില്ലപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ സെർച്ച് ടേം റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ഇറലവൻ്റ് ആയിട്ടുള്ള ടേംസ് പലതും കാണും. പക്ഷേ അതൊന്നും പെട്ടെന്ന് തന്നെ നിങ്ങൾ നെഗറ്റീവിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ അവിടെ ഗൂഗിൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പല അക്കൗണ്ടുകളിലെ സെർച്ച് ടേംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഈ സെർച്ച് ടേം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യാത്ത സെർച്ച് ടേം ആയിരിക്കും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നെഗറ്റീവ് കീവേഡ് ആഡ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായി ചെയ്യാം. ഇതാണ് നിങ്ങൾ ഫസ്റ്റ്, എൻ്റെ അഭിപ്രായത്തിൽ CRMലൊക്കെ പോയിട്ടാണ് ഞങ്ങളൊക്കെ ചെയ്യുക. അതാണ് ബെസ്റ്റ് പ്രാക്ടീസ്. CRM പോയിട്ട് ഓരോ ലീഡിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ കീവേഡ് ജനറേറ്റ് ചെയ്യുന്ന ലീഡുകൾ ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ ആ കീവേഡ് നിങ്ങൾ എക്സാക്ട് മാച്ച് നെഗറ്റീവായിട്ട് ആഡ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്തോളാം. അത് വളരെ വൺസ് ഇൻ എ വൈൽ അത് ചെയ്യുക. കീവേഡ് ആഡ് ചെയ്യൽ, ഈ പരിശോധന എല്ലാ ദിവസവും നിങ്ങൾ CRMൽ ലീഡ് ചെക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കീവേഡ് ബേസിക്കലി നമുക്ക് മനസ്സിലായി, ബ്രോഡ് മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡിംഗ് പേജ് സ്കാൻ ചെയ്യും. അപ്പം നമ്മളെ ലാൻഡിംഗ് പേജിൽ നമ്മുടെ ബ്രാൻഡ് ടേമിനുള്ള സെർച്ചുകളും കൂടി ഉൾപ്പെടും. കാരണം നമ്മളെ ബ്രാൻഡ് ടേം അതിലുണ്ടാവും. അപ്പോൾ ആരെങ്കിലും നമ്മളെ ബ്രാൻഡ് ടേം സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ടേം വെച്ചാൽ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ നിങ്ങൾ ആഡ് കാണിക്കേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് ആഡ് ചെയ്യണം. ഇതേ തന്നെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പേരിൽ നിങ്ങളെ ബിഡ് ചെയ്യും. അപ്പോൾ 101% നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ നെയിം നിങ്ങൾക്ക് നെഗറ്റീവ് കീവേഡിൽ ആഡ് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ നെയിമും നെഗറ്റീവ് കീവേഡിൽ ആഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പേരിന് ബ്രാൻഡ് നെയിമിന് നിങ്ങൾ ബിഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ CPC ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത്രയധികം CPC കൂടുമ്പോൾ അത് ഓവറോൾ ആയിട്ട് നിങ്ങളെ CPA കൂട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ടേമിന് നെഗറ്റീവ് കീവേഡിലേക്ക് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബ്രാൻഡ് ടേമിന് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബ്രാൻഡ് ടേമിന് നമ്മൾ ആഡ് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് വേറൊരു ബ്രാൻഡ് ക്യാമ്പയിൻ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം അതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് ക്യാമ്പയിൻ തന്നെ വേറെ തുടങ്ങാം ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടെങ്കിൽ. പക്ഷേ ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ടേമും ഈ ബ്രാൻഡ് ടേമും നിങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമ്പയിനിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ട് എന്താ പറയുക, ഒരു CPA അസംഷൻ നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം നമുക്ക് സ്വാഭാവികമാണ്, നമുക്കറിയാം ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബ്രാൻഡ് ടേം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, CPC ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അവരുടെ വെബ്സൈറ്റിൽ അവരുടെ ബ്രാൻഡ് നെയിം ഓൾറെഡി ഉണ്ട്. അവർ അതുമായി സിമിലർ ആയിട്ടുള്ള URL ആണ് യൂസ് ചെയ്യുന്നത്. അവർ ഓൾറെഡി രജിസ്റ്റേർഡ് ബിസിനസ്സാണ്, ഗൂഗിളിലും രജിസ്റ്റർ ചെയ്ത ബിസിനസ്സാണ്. അപ്പോൾ എന്താണ്, ഗൂഗിൾ ഇവരെ പ്രോപ്പർ ഒതൻറ്റിക് ആ കീവേഡ് സെർച്ച് ചെയ്യുന്നത്, അവരുടെ ബ്രാൻഡ് നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെയാണ് ഗൂഗിൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഹെവി ബിഡ് കൊടുത്തിട്ട് അവരെ മുന്നിലേക്ക് കയറാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ആ സമയത്ത് എന്താണ്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ബ്രോഡ് മാച്ചിൽ പെട്ടെന്ന് ബഡ്ജറ്റ് തീരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ടേമൊക്കെ നെഗറ്റീവായിട്ട് ഉൾക്കൊള്ളിച്ചോളാം. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബ്രോഡ് മാച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലീഡ് ഫോം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ലീഡ് ഫോം ആക്കി ഒരിക്കലും വെക്കരുത്. കീപ് ഇറ്റ് ആസ് വെരി ടൈറ്റ് കീവേഡാക്കി വെക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻവോൾവ് ചെയ്യിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലക്ഷൂറിയസ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഇതിൽ OTP വെരിഫിക്കേഷൻ വരെ നിങ്ങൾക്ക് വെക്കാം. കാരണം അത്രത്തോളം ബാരിയേഴ്സ് കുറച്ച് കൂട്ടി കൊടുക്കാം.
കാരണം എന്താ സംഭവിക്കുക വെച്ചാൽ ഇപ്പം ഇതിലിപ്പം നമ്മൾ പറഞ്ഞു ആദ്യം ഇത് കുറച്ച് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഈവൻ ഹൈ ഇൻറ്റൻറ്റ് കീവേഡ് കൊടുത്തു വെച്ചാൽ പോലും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ഇത് നടത്തും. അപ്പോൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഇത് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കുറേ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ പെട്ടെന്ന് ലീഡ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഓഡിയൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ക്യാമ്പയിൻ മൊത്തം ആ ടൈപ്പ് ഓഡിയൻസിൻ്റെ പുറകെ പോകും. കാരണം അൽഗോരിതത്തിനെ സംബന്ധിച്ച് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ലീഡ് സബ്മിഷനാണ്. ആരെങ്കിലും ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യുന്നതാണ് അൽഗോരിതത്തിനെ സംബന്ധിച്ച് കൺവേർഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ ലീഡ് ഫോമിൻ്റെ ബാരിയർ കുറച്ച് കൂട്ടി വെക്കുക, മാക്സിമം ഇതൊക്കെ. അപ്പം വളരെ സീരിയസ് ആയ ആളുകൾ മാത്രമാണ് വന്നിട്ട് ഫില്ല് ചെയ്യുള്ളൂ. അത് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നിങ്ങൾ പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ലീഡ് ജൻ സമയത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ കൺവേർഷൻ ആക്ഷൻ വരെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ ഓഫ്ലൈൻ കൺവേർഷൻ ആക്ഷനെ കുറിച്ച് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ കൺവേർഷൻ ആക്ഷനെ കുറിച്ച്. അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ബ്രോഡ് മാച്ച് യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു വഴിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പറയും. അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് നിങ്ങൾ ബ്രോഡ് മാച്ച് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ബ്രോഡ് മാച്ച് ശരിക്കും പറഞ്ഞാൽ ബ്രോഡ് മാച്ച് ഏറ്റവും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൈ ഇൻറ്റൻറ്റ് കീവേഡ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്ന ഹൈ ഇൻറ്റൻറ്റ് സെർച്ച്, ഈ ഹൈ ഇൻറ്റൻറ്റ് സെർച്ച് കീവേഡുകൾക്കൊക്കെ ഒരുപാട് സെർച്ച് വോളിയുള്ള ഒരു കീവേഡാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്രോഡ് മാച്ച് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. കാരണം അതിന് ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിന് ടെസ്റ്റ് ചെയ്യാനും ക്വിക്കായിട്ട് ലേൺ ചെയ്യാൻ പറ്റും. ഒരു കീവേഡിന് ഒരുപാട് സെർച്ച് വോളിയുള്ള കീവേഡാണ്, അത് ഹൈ ഇൻറ്റൻറ്റ് കീവേഡുമാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, അതൊരു ഐഡിയൽ കേസാണ്. അപ്പം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അൽഗോരിതത്തിന് ഒരുപാട് വേരിയേഷൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അതിന് ക്വിക്ക് ലേണിംഗ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ ബ്രോഡ് മാച്ച് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ബിഡ്ഡിംഗ് സ്ട്രാറ്റജി, നിങ്ങൾ ബ്രോഡ് മാച്ചുമായിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്ന ബിഡ്ഡിംഗ് സ്ട്രാറ്റജി മാക്സിമൈസ് കൺവേർഷൻ വാല്യൂ ഒക്കെയാണ്. അപ്പോൾ ലീഡ് ജനറേഷൻ ആകുമ്പോൾ മാക്സിമൈസ് കൺവേർഷൻ വളരെ നന്നായിട്ട് പോകും. അപ്പം ഈ മാക്സിമൈസ് കൺവേർഷൻ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. കാരണം വളരെ ജനറിക് ആയിട്ടുള്ള കീവേഡുകൾ യൂസ് ചെയ്യാതിരിക്കുക. ജനറിക് കീവേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കീവേഡ് ഓഡിയൻസിന് ഒരു ജങ്ക് ലീഡ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ബ്രോഡ് മാച്ച് B2B ഓഡിയൻസിന് യൂട്ടിലൈസ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. കാരണം B2Bക്ക് വളരെ ലോ സെർച്ച് വോളിയം ആയിരിക്കും ഉണ്ടാവുക, ഹൈ ഇൻറ്റൻറ്റ് കീവേഡുകൾ ഉണ്ടാവും, പക്ഷേ ലെസ് ദാൻ 50 സെർച്ച് വോളിയം അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോഡ് മാച്ച് അവിടെ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ B2Bയിൽ ഒരു B2C ഓവർലാപ്പുള്ള ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഓവർലാപ്പുള്ള കേസുകളിലും നിങ്ങൾക്ക് അത് ബ്രോഡ് മാച്ച് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓവർലാപ്പ് B2Bയിൽ ഓവർലാപ്പ് വിത്ത് B2Cയുമായിട്ട് ഓവർലാപ്പുള്ള കേസുകളിൽ, അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഹൈ ഇൻറ്റൻറ്റ് കീവേഡ് വിത്ത് ഹൈ സെർച്ച് വോളിയം ആണെങ്കിൽ ഇറ്റ്സ് എ ഗോൾഡ് മൈൻ, ഇത് ഗോൾഡ് മൈൻ ആണ്. ഇനി ഒരുപാട് സെർച്ച് വോളിയം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം വിത്ത് മാക്സിമൈസ് കൺവേർഷൻ. പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ലാൻഡിംഗ് പേജിൽ റിച്ച് കണ്ടൻറ് ആയിരിക്കണം, റിച്ച് ആയിട്ടുള്ള ഹൈ സെർച്ച് ഇൻറ്റൻറ്റുള്ള കണ്ടൻറ്റ് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ കീവേഡിലും അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ലീഡ് ഫോമും വളരെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക, വളരെ ലെങ്തി ആയിട്ടുള്ള ലീഡ് ഫോം യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രോഡ് മാച്ച് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ബ്രോഡ് മാച്ച് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരും. സോ താങ്ക്സ് ഓൾ, താങ്ക് യു വെരി മച്ച്.